ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് പ്രധാനമായും ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പ്രഭാഷകനിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ 8ാമത്തെ വീഡിയോയാണ്. പ്രഭാഷകൻ 37-ാം അധ്യായം 16 മുതൽ 31 വരെ വാക്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37-ാം അധ്യായത്തിന്റെ 2ാമത്തെ തലക്കെട്ട് യഥാർത്ഥ ജ്ഞാനി. ചോദ്യം 2, ചിന്ത എന്തിന്റെ ആരംഭമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എല്ലാ പ്രവൃത്തിയുടെയും. മൂന്നാമത്തെ ചോദ്യം, എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ചിന്ത. നാലാമത്തെ ചോദ്യം, എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ്? ആലോചനയുടെ. അഞ്ചാമത്തെ ചോദ്യം, എന്താണ് ആലോചനയുടെ തുടർച്ച? എല്ലാ ഉദ്യമവും. ആറാമത്തെ ചോദ്യം, ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെ? ഹൃദയത്തിൽ. ചോദ്യം 7, ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്ത്? ചിന്ത. എട്ടാമത്തെ ചോദ്യം, ചിന്തയ്ക്ക് എത്ര ശാഖകളാണ് ഉള്ളത്? ഏതെല്ലാമാണ് ആ ശാഖകൾ? 4 ശാഖകൾ. നന്മ, തിന്മ, ജീവൻ, മരണം. ചിന്തയ്ക്ക് 4 ശാഖകളാണുള്ളത്. നന്മ, തിന്മ, ജീവൻ, മരണം. ഈ 4 കാര്യങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ പഠിച്ചു വെക്കുക. ചിന്തയ്ക്ക് എത്ര ശാഖകളാണുള്ളത്? അതിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് ഏത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏത്? അല്ലെങ്കിൽ ജീവന് മുൻപ് ഏതാണ്? ജീവന് ശേഷം ഏതാണ്? അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. 9ാമത്തെ ചോദ്യം, നന്മ, തിന്മ, ജീവൻ, മരണം ഇവയെല്ലാം എന്തിന്റെ ശാഖകളാണ്? ചിന്തയുടെ. 10ാമത്തെ ചോദ്യം, ചിന്തയുടെ ശാഖകളായ നന്മ, തിന്മ, ജീവൻ, മരണം ഇവയുടെയെല്ലാം നിയന്താവ് എന്ത്? നാവ്. 11ാമത്തെ ചോദ്യം, നാവ് എന്തിന്റെയെല്ലാം നിയന്താവാണ്? ചിന്തയുടെ ശാഖകളായ നന്മ, തിന്മ, ജീവൻ, മരണം എന്നിവയുടെ. 12ാമത്തെ ചോദ്യം, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു? ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. 13ാമത്തെ ചോദ്യം, സ്വന്തം കാര്യത്തിൽ ബുദ്ധിശൂന്യരായി പെരുമാറുന്നത് ആര്? മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ. 14ാമത്തെ ചോദ്യം, ശത്രുക്കളെ സമ്പാദിക്കാം എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെപ്പറ്റി? വാചാലതയുള്ളവൻ. 15ാമത്തെ ചോദ്യം, വാചാലതയുള്ളവനും എന്തു സമ്പാദിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശത്രുക്കളെ. ചോദ്യം 16, പട്ടിണിയാണ് അവന്റെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? വാചാലതയുള്ളവനെ പറ്റി. ചോദ്യം 17, ഒന്നിലും ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? വാചാലതയുള്ളവനെ പറ്റി. 18ാമത്തെ ചോദ്യം, വാചാലതയുള്ളവനെ എന്തുകൊണ്ടാണ് കർത്താവ് അനുഗ്രഹിക്കാതിരുന്നത്? ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട്. ചോദ്യം 19, തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം എവിടെ ഒതുങ്ങും? അവന്റെ വാക്കുകളിൽ. തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും എന്ന് പ്രഭാഷകൻ പറയുകയാണ്. 20ാമത്തെ ചോദ്യം, ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നത് ആരുടെ കാര്യത്തിൽ? തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ. 21ാമത്തെ ചോദ്യം, സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആര്? ജ്ഞാനി. 22ാമത്തെ ചോദ്യം, ജ്ഞാനി എന്താണ് ചെയ്യുന്നത്? സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നു. 23ാമത്തെ ചോദ്യം, അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ആരുടെ? ജ്ഞാനിയുടെ. 24ാമത്തെ ചോദ്യം, ജ്ഞാനിയുടെ വിവേകത്തിന്റെ ഫലം എങ്ങനെയുള്ളതാണ്? വിശ്വസനീയമാണ്. ചോദ്യം 25, ജ്ഞാനിയുടെ മേൽ
കുന്നുകൂടുന്നത് എന്ത്? സ്തുതി. ചോദ്യം 26, സ്തുതി കുന്നുകൂടുന്നത് ആരുടെ മേലാണ്? ജ്ഞാനിയുടെ മേൽ. 27ാമത്തെ ചോദ്യം, കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ആരെ? ജ്ഞാനിയെ. 28ാമത്തെ ചോദ്യം, കാണുന്നവരെല്ലാം ജ്ഞാനിയെ എന്താണ് വിളിക്കുക? ഭാഗ്യവാൻ. 29, മനുഷ്യന്റെ ദിനങ്ങൾ എങ്ങനെയാണ്? പരിമിതമാണ്. ചോദ്യം 30, പരിമിതമായ ദിനങ്ങൾ ആരുടേതാണ്? മനുഷ്യന്റെ. 31ാമത്തെ ചോദ്യം, സംഖ്യാതീതമായ ദിനങ്ങൾ ആരുടേത്? ഇസ്രായേലിന്റെ. 32ാമത്തെ ചോദ്യം, ഇസ്രായേലിന്റെ ദിനങ്ങൾ എപ്രകാരമാണ്? സംഖ്യാതീതമാണ്. ചോദ്യം 33, സ്വജനമധ്യേ ആദരം നേടുന്നതാര്? ജ്ഞാനി. 34, ജ്ഞാനി സ്വജനമധ്യേ എന്തു നേടുന്നു? ആദരം. 35ാമത്തെ ചോദ്യം, അനശ്വരമാകുന്നത് ആരുടെ നാമമാണ്? ജ്ഞാനിയുടെ. 36, ജ്ഞാനിയുടെ നാമം എപ്രകാരമാകുന്നു? അനശ്വരമാകുന്നു. 37ാമത്തെ ചോദ്യം, ജ്ഞാനിയുടെ എന്താണ് അനശ്വരമാകുന്നത്? നാമം. 38ാമത്തെ ചോദ്യം, ആത്മപരിശോധന നടത്തേണ്ടത് എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോൾ. ചോദ്യം 39, ജീവിച്ചിരിക്കുമ്പോൾ നടത്തുക എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? ആത്മപരിശോധന. 40ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37:27 സംബോധന എന്ത്? മകനെ. ചോദ്യം 41, എന്താണ് ചെയ്യരുത് എന്ന് പ്രഭാഷകൻ 37:27 പറയുന്നത്? ഹാനികരമായത്. 42ാമത്തെ ചോദ്യം, എല്ലാവർക്കും എല്ലാം എന്തല്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? നന്നല്ല. 43ാമത്തെ ചോദ്യം, എല്ലാം നന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആർക്ക്? എല്ലാവർക്കും. 44ാമത്തെ ചോദ്യം, എല്ലാവർക്കും എല്ലാം നന്നല്ല എന്ന് പറയുന്ന പ്രഭാഷകൻ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ചോദ്യം 45, എല്ലാവരും എല്ലാം എന്തു ചെയ്യുന്നില്ല? ആസ്വദിക്കുന്നില്ല. 46ാമത്തെ ചോദ്യം, ആഡംബരത്തിൽ എന്ത് അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അതിരു കവിഞ്ഞ അഭിനിവേശം. 47ാമത്തെ ചോദ്യം, എന്തിൽ അതിരു കവിഞ്ഞ അഭിനിവേശം അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആഡംബരത്തിൽ. 48ാമത്തെ ചോദ്യം, ആർത്തി കാണിക്കരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എവിടെ? ഭക്ഷണത്തിൽ. ചോദ്യം 49, ഭക്ഷണത്തിൽ എന്ത് കാണിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ആർത്തി. 50ാമത്തെ ചോദ്യം, അമിതാഹാരം എന്തിനു കാരണമാകുന്നു? രോഗത്തിന്. 51ാമത്തെ ചോദ്യം, രോഗത്തിന് കാരണമാകുന്നത് എന്ത്? അമിതാഹാരം. 52ാമത്തെ ചോദ്യം, അമിത ഭോജനം ഉണ്ടാക്കുന്നത് എന്ത്? ദഹനക്ഷയം. 53, ദഹനക്ഷയത്തിന് കാരണമെന്ത്? അമിത ഭോജനം. 54ാമത്തെ ചോദ്യം, അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത്? അമിത ഭോജനം. 55ാമത്തെ ചോദ്യം, അമിത ഭോജനം എന്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അനേകരുടെ മരണത്തിന്. 56ാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 37 30, 31 വാക്യങ്ങളിൽ അമിത ഭോജനം ഉണ്ടാക്കുന്നതായി പറയുന്ന കാര്യങ്ങൾ ഏവ? 30 പറയുന്നു, 30ാം വാക്യത്തിൽ പറയുന്നു, അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. 31ാം വാക്യത്തിൽ പറയുന്നു, അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അമിത ഭോജനം വരുത്തിവെക്കുന്ന 2 ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രഭാഷകൻ 37ാം അധ്യായത്തിന്റെ 30, 31 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 30ാം വാക്യത്തിൽ പറയുന്നത് അമിതഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു എന്നും 31 പറഞ്ഞിരിക്കുന്നത്
അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുമാണ്. 57-ാമത്തെ ചോദ്യം, അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. ഏത്? അമിത ഭോജനം. 58-ാമത്തെ ചോദ്യം, അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും? ദീർഘായുസ്. ഇങ്ങനെ 58 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 37-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. സാമീഡിയയുടെ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനുള്ള ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 45 വാട്സപ്പ് ഗ്രൂപ്പുകളും 2 കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പും ഒരു വാട്സപ്പ് ചാനലുമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഡീആക്ടിവേറ്റ് ചെയ്തു. 45 വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിലവിൽ അപ്ഡേറ്റ്സ് ഒന്നും ഇടുന്നില്ല. അതെല്ലാം കൂടി ക്ലബ് ചെയ്ത് 2-3 വാട്സപ്പ് ഗ്രൂപ്പുകളാക്കുകയാണ്. കാരണം നമ്മൾ ആദ്യം വാട്സപ്പ് തുടങ്ങുന്ന സമയത്ത് 156 പേർക്ക് മാത്രമേ ഒരു ഗ്രൂപ്പിൽ അംഗമാകാൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് അത് 256 512 ഇപ്പോൾ 1023 പേർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. മാത്രമല്ല പല ആളുകളും അറിയാത്തതിന്റെ പേരിൽ തന്നെ 5ഉം 6ഉം 7ഉം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരേ സമയം ജോയിൻ ചെയ്യുകയാണ്. ഒരേ കണ്ടന്റ് തന്നെ എല്ലാ ഗ്രൂപ്പിലും ഒരേ സമയം വരുന്നു. അങ്ങനെ പലർക്കും മൊബൈൽ ഹാങ് ആകുന്ന പ്രശ്നം ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാ ഗ്രൂപ്പുകളും ഡിലീറ്റ് ചെയ്തതിനു ശേഷം 1-2 ഗ്രൂപ്പുകൾ മാത്രമായി ലിമിറ്റ് ചെയ്യുകയാണ്. ഒരാൾ ഒരു ഗ്രൂപ്പിൽ കൂടുതൽ അംഗമാകാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകളിൽ ആരെങ്കിലും അംഗമായി കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിലനിർത്തിയിട്ട് മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ആളെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാ ആളുകളുടെയും പേരുകളും ഒരു പ്രത്യേക നമ്പർ ഇട്ട് ഞാൻ എന്റെ മൊബൈലിൽ തന്നെ സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു സൗകര്യത്തിന് കൂടി വേണ്ടിയാണ്. എനിക്കും അത് കുറച്ച് സൗകര്യമാണ്. നിങ്ങൾക്കും മൊബൈൽ ഹാങ് ആവില്ല എന്ന ഒരു പ്രയോജനം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. വളരെ വേഗത്തിൽ തന്നെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദിവസം ഒരു വീഡിയോ എന്ന ക്രമത്തിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു പരിശ്രമം നടത്തുന്നു. ഇന്നലെ നമ്മൾ 37-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് 2-ാമത്തെ ഭാഗം അപ്ലോഡ് ചെയ്യുന്നു. നാളെ 38-ാം അധ്യായത്തിന്റെ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ്. സമയത്തിന്റെ കുറെ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എങ്കിലും പരമാവധി അതിന് പരിശ്രമിക്കുകയാണ്. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞിരുന്നു, എന്റെ 2 മക്കളും പരീക്ഷ എഴുതുകയാണ്. ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ 11ാം ക്ലാസ്സിലും. പലരും ആ വീഡിയോ കണ്ടതിനു ശേഷം ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചതോടൊപ്പം അവരുടെ മക്കളും പരീക്ഷ എഴുതുന്ന കാര്യം പറയുകയും ചെയ്തു. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്നായി വചനം പഠിക്കാം. വചനം നമ്മെ നന്നായി സുഖപ്പെടുത്തുന്ന ഒരു ഔഷധമാണ്. പല ആളുകളും വചനം വായിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരം അനുഭവങ്ങൾ ഓരോ വീഡിയോയുടെയും അവസാന ഭാഗത്ത് പറയാമെന്ന് കൂടി ചിന്തിക്കുകയാണ്. അത് താല്പര്യമുള്ളവർ കേട്ടാൽ മതി. ചോദ്യോത്തരങ്ങൾ പഠിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ ഭാഗം മാത്രം കണ്ടാൽ മതി. വചനം വായിച്ചതിലൂടെ ലഭിച്ച നന്മകളും അനുഗ്രഹങ്ങളും കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ 2ാം ഭാഗം അല്ലെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗം കേട്ടാൽ മതി. ഇപ്പൊ നിങ്ങൾക്കും വചനം വായിച്ചതിൽ നിന്ന് വചനം പഠിച്ചതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച നന്മകൾ എന്താണ് എന്നുള്ളത് എനിക്ക് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തോ വോയിസ് ആയിട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കൂടി സാക്ഷ്യത്തിനു വേണ്ടി വീഡിയോയിൽ പറയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.